പ്രഭാകരൻ ബാലുശ്ശേരിയാണ്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ആനപ്പണിയിലേക്ക് വരാനുള്ള കാരണം എന്താണ്? ആനപ്പണി എന്ന് പറഞ്ഞാൽ സ്കൂൾ പഠിപ്പിക്കാൻ ഈ മൃഗത്തിനോട് പൊതുവേ നല്ല താല്പര്യം ചെറുപ്പത്തിലെ കൂടുതൽ ആനയോടാണ്. അങ്ങനെ പിന്നെ ഇവിടെ കുടുംബത്തിൽ തന്നെ ആന ഉണ്ടായിരുന്നു. അപ്പോൾ
പിന്നെ പണിയോത്സവമൊന്നും ഉണ്ടാവില്ലല്ലോ. മഴക്കാലത്താണ് ആനയ്ക്കുണ്ടാവുന്നത്. വേനൽക്കാലത്ത് വരുന്ന ആനയ്ക്കുണ്ട്. സീസണിൽ 2 പ്രാവശ്യം വരുന്ന ആനകളുണ്ട്. 2 നീര് വരുന്നുണ്ട്. ആരോഗ്യമുള്ള ആനേൻ്റെ ഇതുപോലെ ഇരിക്കും. നീര് വേണം, മതപ്പാട് വേണം ആനയ്ക്ക്. ആരോഗ്യമുള്ള ആനയ്ക്ക് മതപ്പാടുണ്ടാവും, അല്ലാതെ ഉണ്ടാകില്ല. അത് കൊമ്പനാനയ്ക്ക് മോഴാനയ്ക്ക് ഉണ്ടാവും, പിടിയാനയ്ക്ക് ഉണ്ടാവില്ല. പിന്നെ ദുർലഭം 1-2 പിടിയാനയ്ക്കൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതൊന്നും 1-2 ആനയ്ക്ക്, പക്ഷേ പിടിയാനയ്ക്ക് ഉണ്ടാകില്ല. കൊമ്പനും മോഴ അത് കൊല്ലമുണ്ടാവും. അതൊരു 18-5 വയസ്സ് കഴിഞ്ഞാൽ മുട കഴിഞ്ഞ് പാലമുടയൊക്കെ കഴിഞ്ഞ് ഒരു 20 വയസ്സാകുമ്പോഴേക്ക് പിന്നെ നീര് നെയ്ത്ത് തുടങ്ങും എനിക്ക്. അത് കിട്ടാണ്ട് പോയി. ഇപ്പോഴത്തെ കാലത്തൊന്നും പിന്നെ കെട്ടാണ്ട് നടക്കില്ല. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ പണിയെടുക്കുന്ന ആനകളാകുമ്പോൾ പണിയിലൊക്കെ എങ്ങനെ ഒളിച്ചു പോകും, ശ്രദ്ധിക്കില്ല. കൂപ്പിലും മലയിലൊക്കെ ഉണ്ടാക്കുക. ഇപ്പം പോരെ, ഇപ്പം കിട്ടുക തന്നെ വേണം. ഇപ്പം ഭയങ്കര നിയമം പ്രശ്നത്തെ എല്ലാ ആനകളും ഇപ്പം ഒക്കെ പുതിയ അന്നത്തെ ആനകൾ എന്നൊക്കെ പറഞ്ഞിട്ട് നാടൻ ആനകളുടെ സ്വഭാവം പോലെയല്ല ഈ ബീഹാറും ആസാമും ആനകൾ മാറ്റം ഉണ്ടാവും. ബീഹാർ ആനകളൊക്കെ സ്വഭാവം വളരെ മോശമായിരിക്കും. അപ്പോഴത്തെ നല്ല ആനകളും ഉണ്ടാവും. നാടൻ ആന എന്ന് പറഞ്ഞിട്ട് ഒരു ആനക്കാരനെ അതിനെ സ്നേഹിച്ചുകൊണ്ട് എടുക്കുക വെച്ചാൽ അതിന് തിന്നാനും മുള്ളം കൊടുത്ത് അതിന് പ്രത്യേക സ്നേഹം കൊണ്ടുണ്ടാവും. അതുപോലെ ഇപ്പോഴുള്ള ബീഹാർ ആനയ്ക്കൊന്നും ഉണ്ടാകില്ല. നാടൻ ആനയും ബീഹാർ ആനയൊക്കെ ആയിട്ടുള്ള വ്യത്യാസങ്ങളാണ്. നാടൻ ആനയ്ക്ക് ആനക്കാരനോടൊരു കൂറുണ്ടാവും. ഇപ്പോൾ ഉള്ളത് ഗജേന്ദ്രൻ 17 കൊല്ലായി. ആഹാരം എന്ത് കഴിക്കാനാ? പനമ്പട്ടയാണ് മെയിൻ. പനമ്പട്ട, ചോറ്, പിന്നെ എല്ലാം കഴിക്കാനാ. കുളിയുണ്ട്, ദിവസവും കൊണ്ട് കുളിപ്പിക്കും. ചികിത്സ വർഷം മരുന്ന് കൊടുക്കണം. അങ്ങനെയുള്ള ഒരു ചിലവ് ഭയങ്കരമാണ്. അസുഖങ്ങൾ അങ്ങനെ കാര്യമായിട്ടൊന്നും വന്നില്ല. ഒരാനയ്ക്ക് മാത്രം എൻ്റെ അടുത്ത് അങ്ങനെ അസുഖം വന്നിട്ട് ചെരിഞ്ഞ് വീണ്ടാണ്. ലോറിയിൽ അങ്ങനത്തെ ഒന്നുമില്ല. ലോറിയിൽ ഇത് വേറെ. ലോറിയിൽ ആന അങ്ങനെ കൊണ്ടുപോകുന്നത് നല്ല പരിപാടിയൊന്നുമല്ല. ആനകൾ നടന്ന് ശരീരം ഇതാണോ. ഇതിപ്പം ലോറി പക്ഷേ ഷെഡിലാണ് കെട്ടരുത്. ആന വെയിലും കൊള്ളണം, മണ്ണ് വാരിയിടണം. ശരിക്കും ആന ക്ഷീണമില്ലാത്ത ആനയാണെന്നുണ്ടെങ്കിൽ മണ്ണ് വാരിയിടും. ക്ഷീണമുള്ള ആന ഒരിക്കലും മണ്ണ് വാരിയിടില്ല. അതുകൊണ്ട് വെയിലും മഴയും കൊള്ളണം ആന. ഷെഡിൻ്റെ ഉള്ളിലൊന്നും ആനയെ കെട്ടരുത് ഒരിക്കലും. മണ്ണ് കെട്ടി അതിൻ്റെ ഇഷ്ടാനുസരണം മണ്ണ് വാരിയിട്ട് മണ്ണിൽ തന്നെ കുറേ ക്ഷീണം തീരുന്നറിയുന്നത്. ഞങ്ങൾ ഇഷ്ടത്തിന് കിടന്ന് വെച്ച് കുത്തി മറിച്ചിട്ട് പുറമെ കിട്ടുമ്പോൾ ഇത് ഒരേ തറി കിട്ടുമ്പോൾ ആന മണ്ണിടിയല്ല. അതായത് ഈ ഒരേ തറി കെട്ടരുതെന്ന് പറയുന്നത്. ഈ ഷെഡ് കെട്ടുമ്പോൾ തീരെ മണ്ണിടിയല്ല. ഷെഡിൽ മണ്ണുണ്ടാവില്ലല്ലോ. മറ്റേ നമ്മൾ പറമ്പിൽ എവിടെയും കെട്ടുകയെന്നുണ്ടെങ്കിൽ എവിടുന്ന് വാരിയിടാലോ. മണ്ണ് വാരിയിടാൻ കിട്ടില്ല. ഇത് വാരിയിടാൻ കിട്ടില്ല. മണ്ണും ഈ കുളിയാണ് ഇതിൻ്റെ പകുതി ക്ഷീണം തരും. ഈ തേച്ച് കുളിപ്പിക്കുന്നുണ്ടല്ലോ, ആനയെ തേച്ച് ദിവസവും കഴുകണം എന്നാ. ദിവസം കഴുകിയാത്രയ്ക്കുള്ള ക്ഷീണം തീരും. അതിൽ തന്നെ കുറേ ക്ഷീണം തീരും. നമ്മളാനപ്പം കുഴപ്പമൊന്നുമില്ല. സ്വഭാവത്തിന് വലിയ നീരിലുള്ള പ്രശ്നമേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഇതെന്താ വെച്ചാൽ വേദ്യം
അധികം വേദനയാക്കൽ പറ്റൂല എനിക്ക്, അതാണ് ഇഷ്ടമല്ല. അതാണ് അത് വേദ്യം കൂടുതലാകുമ്പോൾ എനിക്ക് വാശി കൂടുതലാണ്. പിന്നെ അതിൻ്റെ ഒരു പ്രത്യേക രീതിയുണ്ട്, പ്രത്യേക രീതിയാണ്. ആ രീതിക്ക് ഇങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ പുറത്തുള്ളവർക്കൊന്നും എടുത്ത് പോയിട്ടൊന്നും കൊടുക്കാനും കഴിയും കേട്ടോ, അതൊന്നും ആരും സമ്മതിക്കില്ല. ദൂരെ നിന്ന് ഇങ്ങനെ കയ്യിൽ വെച്ച് കൊടുക്കുക നല്ലത്, ആനയോടൊന്നും മിണ്ടരുത്. പിന്നെ കുറേ സമയം ആനേനെ മുന്നിൽ പോയി ഇങ്ങനെ നോക്കി നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല. കുറച്ച് സമയമൊക്കെ ആന അനങ്ങാണ്ട് പിന്നെ കോട്ടയൊക്കെ എടുത്തെറിയാണ്. എങ്ങനെ പ്രത്യേകത എങ്ങനെ സ്വഭാവം ഞാൻ പറയും, സ്വഭാവം പല ആനകളും പല രീതിയാണ്. ഈ വഴക്കുള്ള ആനകളുണ്ടാവും, വഴക്കില്ലാത്ത ആനകളുണ്ടാവും. അപ്പോൾ ഓരോരോ ആനകളുടെ ഇതിനനുസരിച്ചിട്ട് സ്വഭാവം. പോക്കിരിയാനിക്ക് അതിൻ്റെതായുള്ള ഒരു ഇതുണ്ടാവും, സാധുവാനിക്ക് അതിൻ്റെതായുള്ള ഒരു ഇതുണ്ടാവും. പല ആനയും പല സ്വഭാവമായിരിക്കും. അതുകൊണ്ടാണ് ഈ പറയുന്നത് ഒരാന കയറിയാൽ പോരാ പല ആന കയറണം, പല ആന കയറിയാൽ പോരാ പല ആന കയറണം. ഒരാന കയറുമ്പോൾ അതിൻ്റെ രീതി മാത്രമേ മനസ്സിലാവൂ. ഒരാനക്കാരന് ഇത് മൂന്നും കയറിക്കൊണ്ടിരിക്കണം, മൂന്നാനേൻ്റെ അറിയണം. പിന്നെ ആനയെ കണ്ട് മനസ്സിൽ അത്യാവശ്യം ഒരു പോക്കിരി ആന അതിനെ കൊണ്ടുവരുന്ന ആനക്കാരെ പോയി. വേറെ നാട് വിട്ട് പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞാൽ തിരിച്ചു വരുന്നത്. അവിടെ പോയിട്ട് ഒരു ആന ആദ്യം ഇവിടുന്ന് പാട്ടത്തിന് പോയ ഒരു ആന ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നിന്ന് പിന്നെ അത് ശരിയായതിന് ശേഷം പിന്നെ അത് മാറി വേറെ ആനയ്ക്ക് നിന്ന് കുന്നംകുളത്ത് പട്ടിമുറി എന്നറിയും. അത് നല്ല വഴക്കുള്ള ഒരു ആനയാണ്. അതിൻ്റെ അടുത്ത് ഒരു വർഷം നിന്നു. പിന്നെ ആ നാട്ടിൽ വന്ന് പിന്നെ തെക്കോട്ട് പോയില്ല. പിന്നെ ഇവിടെ തന്നെ പല ആനകളായിട്ട് ഒരുപാട് ആനകൾ കയറി. പിന്നെ ആന ചുമതലയായി 8, 9, 10 ആനയൊക്കെ ആയില്ലേ ചുമതലയായിട്ട്. ഈ 10 ആനയൊന്നും ഒരാനക്കാരൻ ഇന്നേവരെ ചുമതല കയറിയിട്ടുണ്ടാകില്ല ഒരേ സമയത്ത് കൊല്ലങ്ങളോളം. 1, 2, 3 ആനകളൊക്കെ ഉണ്ടാവും, 4 ആനക്ക. 10 ആനയൊന്നും ഇന്ത്യ അറിവിലില്ല, ഇനി ഉണ്ടോയെന്ന് അറിയില്ല. 10 ആനയൊന്നും ഒരേ ടൈമിൽ കൊല്ലങ്ങളോളൊന്നും ചുമതല കയറിയിട്ടുണ്ടാവില്ല. 3 മുതൽ ഉടമസ്ഥന്മാർ അത് കൊല്ലങ്ങളോളം നിൽക്കി. ഇപ്പോൾ കൊയിലാണ്ടിയിലെ ശ്രീദേവിയാനെ ഞാൻ ചുമതല കയറിയായി 27 കൊല്ലം ഞാൻ കയറിയ. ഇപ്പം 2 കൊല്ലമായിട്ട് ഞാൻ പോകില്ല. അപ്പോൾ അവർ തന്നെയാണ്. ഇപ്പം കൊറോണയൊക്കെ ആയല്ലോ, പിന്നെ ഞാൻ എവിടെയും പോകുന്നില്ലല്ലോ. അതുകൊണ്ട് പിന്നെ അപ്പോൾ ഓരോ വീട്ടിൽ തന്നെ ഉണ്ടാകാം. അത് 27 കൊല്ലം അവിടെ നിന്ന് അങ്ങനെ എല്ലാവർക്കും നല്ല കൊല്ലങ്ങളോളം ചുമതല ഉണ്ടായതിനാണ്. ഒരു ദിവസം 2 ദിവസം ഒന്നുമില്ല. മറക്കാൻ പറ്റാത്ത അനുഭവം എന്ന് എനിക്കുണ്ടെങ്കിൽ ആനേൻ്റെ ഒരു അപകടങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. അത് 22 ആളെ കൊന്ന ഒരു ആന ഉണ്ടായിരുന്നു, AKP മാധവൻ എന്നിട്ട്. ആനപ്പോൾ ചെരിഞ്ഞു പോയി. അത് ഫോറസ്റ്റ് കർണാടകയിൽ പണിക്ക് വരുന്ന റേഞ്ച് ഓഫീസറെ ചവിട്ടി കൊന്ന ആന, ഒരു വെടിവെച്ച് കൊന്ന ആന. അതിൻ്റെ നിന്നൊക്കെ നല്ല അപകടം പറ്റിയിട്ടുണ്ട്. അത് 22 ആളെ കൊന്ന ആനയാണ്. നല്ലതെന്ന് പറഞ്ഞാൽ വേറെയുള്ള ആനകൾക്കൊന്നും അങ്ങനത്തെ ഒന്നും പറ്റിയില്ല. ഒക്കെ നല്ല സ്വഭാവത്തിൽ. പിന്നെ ഏതാന വന്നാലും ഞാൻ പിന്നെ എനിക്ക് ഇവർ ആനക്കാരുണ്ടെങ്കിൽ കൂടിയിട്ട് ഞാൻ ആദ്യം എനിക്ക് വശമാക്കി എടുക്കുകയാണ്. അതിപ്പോൾ ആനക്കാരൊന്നും അറിയില്ല. അത് പിന്നെ എൻ്റെ ഒരു കഴിവാണ്. അത് എല്ലാം ഈ 10 ആനയുടെ ഈ 10 ആനയെ ഒരുമിച്ച് എനിക്ക് കൈകാര്യം ചെയ്യാം. പല ആന പല ഞാൻ വരില്ല എന്ന് പറഞ്ഞാൽ അവൻ പോയാൽ പിന്നെ ഇതിന് ഇതിൻ്റെ കാര്യങ്ങൾ നടക്കണ്ടേ. അപ്പം പ്രമാണിക്ക് തൊഴിലറിയണമല്ലോ. തൊഴിലറിയാത്ത പ്രമാണിയാകുമ്പോൾ പ്രമാണിയായിട്ട് കാര്യമില്ല. അതല്ല, ഇതിപ്പോൾ ഒരു ആന നമ്മൾ കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ പുറത്തുനിന്ന് ഒരു ആനക്കാരൻ കയറിയിരുന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ കാലിന് ആന പോവുക. അത് ചട്ടമുള്ളവനാ പുറത്തിരിക്കുന്നത് വെച്ചാൽ ചോട്ടിൽ നിന്ന് ആരും ഒന്നും പറയണ്ട ആനയോട്. അപ്പോൾ അവൻ്റെ കാലിന് ചെയ്തോളാൻ എല്ലാ സംഗതിയും ചെയ്യും. കാലറിയുന്ന ആനക്കാരനും കാലറിയുന്ന രണ്ടും വേണം. ആനക്കാരനും കാലറിയണം, ആനയ്ക്കും കാലറിയണം. 18 കാലാണ് പറയുന്നത്. അതറിയുന്ന ആനക്കാരനായിരിക്കണോ അറിയുന്ന ആനയായിരിക്കണോ, എന്നാലും ഒക്കെ അവൻ്റെ കാലം ചെയ്തോളാനാ. ഈ ചട്ടമില്ലാത്തവനെ പുറത്ത് കയറ്റി പോകുമ്പോൾ ആണ് ചൂട്ടുന്ന പാപ്പന്മാർ നടക്കാൻ ഇടത്തെടുക്കാനേ വലത്തെടുക്കാനേ എന്നൊക്കെ പറയുന്നത്. എന്താ വെച്ചാൽ മുകളിലുള്ളവനെ കാലിനെ അനുസരിക്കില്ല പോകില്ലാന്ന്. ചട്ടമില്ലാത്തവരൊന്നും ഈ ആനയെ സംബന്ധിച്ച് പറയാമെന്നില്ല. ചട്ടമില്ലാത്തവർക്കൊന്നും ഒരു കൈകാര്യം ചെയ്യാൻ പറ്റില്ല. ആനയോട് ഒന്നും പറയരുത്. പിന്നെന്ന് പറഞ്ഞാൽ ഈ ആനയോട് പറയുന്ന വാക്കുകളിലൊക്കെ ആനാന്ന് ഉൾപ്പെടും. ആനാന്ന് ഉൾപ്പെടാത്ത ഒരു വാക്കും ആനേൻ്റെ അടുത്ത് ഉണ്ടാവില്ല. കെടാനെ നടാനെ കെടാനെ എല്ലാത്തിനും ആനാന്നുണ്ടാവും. ആനാന്നില്ലാത്തൊരു ഇതില്ലാത്ത വാക്ക് ആനയ്ക്ക് ഉണ്ടാവില്ല. ഇനി തിന്നാൻ കൊടുക്കുകയാണെങ്കിൽ തിന്നാനാന്ന് അറിയൂ, അതിലും വരും ആന. എല്ലാത്തിലും ആനാന്ന് വരും. ആനയോട് പ്രയോഗിക്കുന്ന വാക്കുകളിലൊക്കെ ആനാന്ന് വരും. കുടുംബം എന്ന് പറഞ്ഞാൽ ഞാൻ, വൈഫ്, 2 മക്കൾ. മൂത്തത് പെൺകുട്ടിയാണ്, രണ്ടാമത്തേത് ആൺകുട്ടിയാണ്. മൂത്തോള് പിന്നെ BDC ഡോക്ടറാണ് മോള്. മറ്റവനിപ്പോൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് നിൽക്കുക.
തറവാട് അപ്പുറത്താണ്. ഇപ്പോൾ ഇവിടെ ഇത് വീട് ഉണ്ടാക്കി കൂടി 10-20 കൊല്ലമായി. തറവാട് അപ്പുറത്താണ്. അവിടെ ഒരു തെരുവുണ്ട് അമ്പലത്തിൻ്റെ അടുത്ത്, അവിടെയാണ് തറവാട്. ഞാനൊക്കെ ജനിക്കുന്ന മുന്നേ ജനിച്ചാൽ കണ്ടാൽ എനിക്ക് ഓർമ്മയില്ല. അന്നേരം അച്ഛൻ്റെ തറവാട്ടിൽ ആനുണ്ട്. 6 ആനയൊക്കെ ഉണ്ടായിരുന്നു പറ്റി ഒരുമിച്ചിട്ട്. വലിയ തറവാടായിരുന്നു. അതൊരു പാരമ്പര്യം നമുക്ക് കൈ കിട്ടിയിട്ടുണ്ടാക്കുക ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് കണ്ടതായിട്ടൊന്നും ഓർമ്മയില്ല. ഇല്ല, ആനയെടുത്ത് അങ്ങനെ ചെല്ലാൻ പറ്റും. ആനയെടുത്ത് ചെല്ലാൻ പറ്റും. ആന എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പൂരപ്പനും ഞാനിപ്പോൾ ഒരു ആനയും കൊണ്ട് പോകുകയാണെങ്കിൽ ആരെയും ഒന്ന് വൈകി തൊട്ടാൽ മതി. അത് ചിലപ്പോൾ ആനയ്ക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ആന അവിടെ തെറ്റു. തെറ്റിക്കുണ്ടെങ്കിൽ തെറ്റുമ്പോൾ ആദ്യം കിട്ടുക നമുക്കാണ്. നമ്മളെ തട്ടി തെറിപ്പിച്ചിട്ടല്ലേ ആന തിരിഞ്ഞാൽ പ്രശ്നമായില്ലേ, ആകെ അലക്കുമല്ലോ. അതുകൊണ്ടാണ് ഈ ഇരുത്തേക്ക് പോരുന്നത്. അല്ലാണ്ട് ആനയെ പോയി തൊടുന്നതിന് ഇപ്പം ആനയെ തൊട്ട് ആനപ്പൊന്നും ആയി പോകുന്നില്ല. എന്താണ് ആനയൊന്നും ആകില്ല. അപ്പോൾ ആൾക്കാർ ചിന്തിക്കുക എന്താ വെച്ചാൽ, അപ്പോൾ ആൾക്കാർ ഓനെന്താ അവൻ്റെ ഡിമാൻഡ്, ഓൻ ഭയങ്കര വലിയ വാപ്പാൻ, അവൻ്റെ ആനയെ തൊട്ടാൽ ഇപ്പം എന്താ വരികയെന്ന് ചോദിക്കും. പക്ഷേ തൊട്ടാൽ വരണമല്ലോ, കുഴപ്പമാണ്. ആനയ്ക്ക് അത് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ടായി പറയുന്നത് മറ്റുള്ള തൊടുന്നതിനോ കൊടുക്കുന്നതിനോ ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല. അതാണ് ആനക്കാരോട് പാപ്പാമാരോട് ചോദിച്ചിട്ട് ഈ ആനയെടുത്ത് പോകാവൂ കൊടുക്കാവൂ എന്നൊക്കെ പറയുന്നത്. ഇല്ലെങ്കിൽ ഇങ്ങനെ ഓരോ അപകടം വരും. അതാണ്. പിന്നെ ഈ പൂരപ്പറമ്പിൽ നമ്മൾ കൊണ്ടുപോകുകയാണെങ്കിൽ നമ്മളും കണക്കാക്കണം കൊണ്ടുപോകുന്ന ആനക്കാരെ. അങ്ങനെ ജനങ്ങളുടെ ഇടയിലേക്കാണ് കൊണ്ടുപോകുന്നത്. പല രീതിയിലുള്ള ആൾക്കാരുണ്ട്, അതിനനുസരിച്ച് കൊണ്ടുപോകണമെന്നുള്ളത്. അതിനനുസരിച്ച് ആരോടും ഒന്നും കൊണ്ടാണ് നല്ല കൊണ്ടുപോകുക തന്നെ. എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങോട്ട് തട്ടിക്കയറാൻ വരുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അതിനൊക്കെ ക്ഷമിച്ചാൽ കൊണ്ടുപോകുക. അത് തന്നെ. അതാ പറഞ്ഞത്, ക്ഷമയാണെങ്കിൽ മെയിൻ. ആനയോടും വേണം ക്ഷമ, നാട്ടുകാരോടും വേണം ക്ഷമ, എല്ലാത്തിനും ക്ഷമ വേണം നമുക്ക്. ക്ഷമയെ കൂടി നടക്കും. ആനയെ പറ്റി ഇപ്പം അങ്ങനെയൊന്നുമില്ല. ആനയെ പറ്റി ഇപ്പം എന്താ, ഞാൻ അല്ല ഇത്രയും കാലത്തിലിടയ്ക്ക് പിന്നെ ഇങ്ങനെ ഒരു അപകടം പറ്റിയിട്ടുണ്ട്. വേറെ ആനയായിട്ട് എനിക്കൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ ഞാൻ പലരെയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ആനകൾ കുത്തിക്കൊല്ലുന്നൊക്കെ കണ്ടിട്ടുണ്ട്. എൻ്റെ മുമ്പിലെല്ലാം കാണാൻ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ആനകൾ അപകടം അങ്ങനെ ഓരോന്ന് പറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, 10 ആന ഒരുമിച്ച് 9 ആന 10 ആന ചുമതലുണ്ടായിരുന്നു കൊല്ലങ്ങളോളം. ഇപ്പോൾ ഇടക്കാലമായിട്ട് ഇപ്പോൾ ഇത് 2ാം കൊല്ലം വരെ 1, 2, 3, 4 ആന ഉണ്ടായിരുന്നു. 2 കൊല്ലം കൊറോണന് മുന്നേ വരെ ചുമതല 3 ആനയും 1 ആന സ്വന്തവും. ഇപ്പോൾ ഒക്കെ ഒഴിവാക്കി. ഇപ്പോൾ കൊറോണ അന്ന് ഇപ്പോൾ ഒന്നാമത് പണിക്കാർ എല്ലാ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി. ഇപ്പോൾ ഈ ആന മാത്രം ചുമതല ആനകളൊക്കെ ഒഴിവാക്കി. 2 കൊല്ലമാക്കി ഒഴിവായിട്ട് ഒക്കെ ഒരുപാട് കാലം. ഞാൻ ആനയും ചേട്ടാ ആനക്കാരൊന്നും ഉണ്ടാകില്ല. ആനക്കാരൊക്കെ പോയി കഴിഞ്ഞാൽ ഞാനും ചേട്ടാക്കുക. പോലും പിന്നെ പിന്നാൽ രാവിലെ വരുമ്പോൾ വീടറിയോ അങ്ങനെ പരിപാടി ഇവിടെ നടന്നിരിക്കുന്നുണ്ട്. ഞാനിട്ട് ആനക്കാരെ കൂട്ടി പോവുകയില്ല. ഞാൻ നയിക്കാൻ പോകുന്നു. അങ്ങനത്തെ ആനകൾ ഏതെങ്കിലും ആണെങ്കിൽ ഒരാളെ മാത്രം കൂട്ടും. ഇല്ലാത്തുള്ള ഒരാളെ മാത്രം കൂട്ടും. കെട്ടി വെച്ച് മാറ്റി കണ്ടാൽ മുകളിലിരിക്കാൻ. എല്ലാവരും ഒന്നും കൂട്ടി പോകുകയൊന്നുമില്ല. ഒരാളെ മാത്രം വിശ്വാസമുള്ള ഞങ്ങൾക്ക് എടുത്തുണ്ടായിരുന്നു. അയാൾ ഇപ്പോൾ മരിച്ചുപോയി. അയാൾ മാത്രമേ കൂട്ടി പോകും. ഞാൻ ഏതാന അയക്കാൻ പോകുന്നുണ്ടെങ്കിലും വേറെ ആരെയും കൂട്ടി പോകുന്നില്ല. ആന വിരണ്ടോടുന്നതിന് മതം പൊട്ടി ഓടുക എന്നുള്ളത് പറയാൻ പറ്റില്ല. മതം പൊട്ടി ഓടുന്നത് വേറെയാണ്, വിരണ്ടോടുന്നത് വേറെയാണ്. അതിപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ പൂരപ്പറമ്പിലേക്കൊക്കെ തിരക്കിലൊക്കെ ചെല്ലുമ്പോൾ ആനകൾ ഇപ്പം തെറ്റിയിട്ട് ഇതാകില്ലോ. അതാണ് ഈ വിരണ്ട ഓടുകയാണ്. ഈ വിരണ്ട ഓടുമ്പോൾ തന്നെ അപ്പോൾ ഈ ആൾക്കാർ കൂടും. ആൾക്കാർ കൂടുമ്പോൾ ആണെങ്കിൽ പേടി ഒന്നുകൂടി കൂടും. ആൾക്കാർ അപ്പോഴേക്ക് ഇഷ്ടംപോലെ ആൾ വയ്യ കൂടുമല്ലോ, ഒച്ചയും വിളിയും ബഹളമായിട്ട്. അപ്പോൾ ഈ ആനയ്ക്ക് ഒന്നുകൂടി പേടി കൂടും. അപ്പോൾ ഒന്നുകൂടി സ്ട്രോങ് കൂടുകയാണ്. പിന്നെ അത് മയക്കടിച്ച് കെട്ടലേ നിർത്തിയുള്ളൂ. പിന്നെ ആകെ ആന സ്വഭാവം മാറി. പിന്നെ ആനക്കാരനും തന്നൊന്നും ആനക്കാരനെ സമ്മതിക്കില്ല. ആന ആകെ പരക്കെ എല്ലാവരോടും ദേഷ്യം കയറ്റിയാൽ മതി. പിന്നെ അതിൽ ചില ആനകളുണ്ട് കിട്ടുന്ന ആനകൾ തൊഴിലൊക്കെ ഇട്ട് പിടിച്ച് ഇപ്പം കേസ് വെൽത്ത് അങ്ങനെയൊക്കെ പറഞ്ഞ് കയറിട്ട് വടക്കെ ഇട്ട് പിടിച്ച് കിട്ടുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അതൊന്നും എല്ലാ ആനകളോടും നടക്കില്ല. അത് മയക്കടി തന്നെ നോക്കണം. പിന്നെ മതപ്പാടിലോടുന്ന ആന വെച്ചാൽ അത് കണ്ടറിഞ്ഞും കൊണ്ട് ആനക്കാരൻ്റെ അടുത്തുള്ള പറയത്തില്ല. മതപ്പാടിൽ ആനയെ കഴിക്കാണ്ടിരുന്നാൽ മതിയല്ലോ, എന്നാൽ ഓടൂലല്ലോ, കെട്ടിയിട്ടാൽ പോരെ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, എനിക്ക് യാതൊരു വിഷയമില്ല, ഞാൻ ഏത് നീരിലും മതപ്പാടിൽ എഴുന്നള്ളിക്കൂ, എനിക്ക് ആന വെറ്റാമ്മയ്ക്ക് തുല്യാന്നൊക്കെ ആനക്കാരൻ പറയുക. ആനയ്ക്ക് എന്ത് വെറ്റാമെന്നെനിക്ക് തെറ്റിക്കഴിഞ്ഞാൽ വെറ്റാമ്മയും കണക്കാണ്, എല്ലാം കണക്കാണ്. എനിക്ക് തെറ്റിക്കഴിഞ്ഞാൽ ഏത് ചട്ടക്കാരനായാലും കണക്കാണ്. അതിലൊന്നും കാര്യമില്ല. മതപ്പാട് ഉണ്ട് തോന്നിയാൽ ആന വേഗം ബന്ധുവാസാക്കുക. അതിന് ഒക്കലൊന്നും. ഇനി ഏത് പാവാനയായാലും പോക്കിരി ആനയായാലും ഏതാനയായാലും വേഗം നല്ലപോലെ ബന്ധുവാസാക്കി അവിടെ കിട്ടിയേക്കുക. മതപ്പാട് തീരുന്നവരെ. ഈ മതപ്പാട് നയിച്ചിട്ട് തന്നെയല്ല
ഇടവിട്ട് വലിക്കുന്ന ആനകളുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. 4, 5, 6 മാസം നീര് വലിക്കുന്ന ആനയുണ്ട്, അതായത് 1 മാസം വലിക്കുന്നുണ്ട്, 2 മാസം വലിക്കുന്നുണ്ട്, അങ്ങനെ പല ഇതിലുണ്ട്. ആരോഗ്യം പോലെ ഉണ്ടാവും. നാടൻ ആനകൾക്കൊക്കെ ആണെന്ന് വെച്ചാൽ എന്തായാലും ഒരു 4 മാസത്തിൽ മുന്നോട്ടേ ഉണ്ടാവും. നല്ല ആരോഗ്യമുള്ള ആനകളായിരിക്കുമല്ലോ, ഒരു 4 മാസമൊക്കെ എന്തായാലും ഉണ്ടാവും നാടൻ ആനകളാണെങ്കിൽ. അത് സ്വഭാവം നല്ല ആനകളുണ്ടാവും. കെട്ടിയിട്ടാലും അതിൻ്റെ അടുത്ത് പോയിട്ട് അതിൻ്റെ ഭക്ഷണം കൊടുക്കാനും അതിൻ്റെ പിണ്ടി മാറ്റാനും തിന്ന വേസ്റ്റ് മാറ്റാനും അതിനൊക്കെ പറ്റുന്ന. പിന്നെ മതപ്പാടിൽ ഇരുത്തി കിടത്തിയിട്ട് പൈപ്പിട്ട് കുളിപ്പിക്കുന്ന ആനകളൊക്കെ ഉണ്ട്. പല ആനകളുണ്ട്, പല ആനകൾ പല രീതിയായിരിക്കും. ഇതൊന്നും ചെയ്യാൻ സമ്മതിക്കാത്ത ആന, പരിസരത്തേക്ക് അടുപ്പിക്കാത്ത ആനകളും ഉണ്ട്, അങ്ങനത്തതുണ്ട്. നമ്മളെ ആനയെ പറ്റി പറയാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറയാം 17 കൊല്ലമായി ഇപ്പം എൻ്റെ അടുത്ത് ആന. ഇതുവരെ അങ്ങനത്തെ യാതൊന്നും ഉണ്ടായില്ല. ഒരു അപകടത്തിലൊന്നും ആന ഇതുവരെ ചെയ്തില്ല 17 കൊല്ലമായിട്ടും. ഇനി 17 കൊല്ലമായിട്ട് ഞാൻ തന്നെ കൊണ്ടുനടക്കുന്നു. ആനക്കാരുണ്ടാവും, ഞാനില്ലെങ്കിൽ കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ നിൽക്കുന്ന ആനക്കാർക്ക് ഇങ്ങനെ ചട്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊണ്ടുനടക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാനില്ലെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ കൂടുതൽ തിക്കും തിരക്കുള്ള മത്സരപൂരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ പ്രശ്നമുള്ളൂ, അന്നേരം ഞാൻ എന്തായാലും പോകും. ഇല്ലെങ്കിൽ പിന്നെ ഇവർ തന്നെ ഉണ്ട് ഈ കാര്യം നടത്താം. ഞാനെപ്പോഴും ഒപ്പരം വേണമെന്നൊന്നുമില്ല. ചട്ടുള്ള ഒരാളുണ്ടെങ്കിൽ അവനെ കൊണ്ടുപോകാം, വേറെ വിഷയമൊന്നുമില്ല. കാരണം അവൻ വേദ്യം ചെയ്യരുത് മാത്രം. വേദ്യത്തോടെ എനിക്ക് താല്പര്യമില്ല, ഇഷ്ടമല്ല എനിക്കത്. വേദ്യം ചെയ്താൽ സമ്മതിക്കില്ലാണ്. അതിപ്പോൾ അവർക്ക് ആദ്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോഴാണ് രീതി ഇങ്ങനെയാണല്ലോ. അപ്പോൾ അതിനനുസരിച്ച് കൈകാര്യം ചെയ്യേണ്ട കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ അവിടെ 2 ആളുണ്ട്, അതിലൊരുത്തപ്പം പുതുതായിട്ട് വന്നാൽ മറ്റൊന്നിപ്പോൾ 4 ചെല്ലും, അവനൊക്കെ കേട്ടാ കുഴപ്പമൊന്നുമില്ല. അതൊക്കെ കൊണ്ടുപോയിട്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടത്താം. അല്ലാണ്ട് ഒറ്റച്ചട്ടായിട്ട് അങ്ങനെ നിൽക്കുന്ന ആന വരുമ്പോൾ ഒറ്റച്ചട്ടായിനാണ്. അപ്പോൾ ഒക്കെ മാറ്റിയെടുത്ത് നമ്മൾ. അത് ഞാൻ പറഞ്ഞ ആനകളൊന്നും ഒറ്റച്ചട്ടായിട്ടൊന്നും ഒരു ആനയും ജനിക്കില്ല, അവർക്ക് ആനക്കാരാക്കുന്ന. അതാണ് ഒരാൾ എന്നെ കൈകാര്യം ചെയ്തിട്ട് അത് ആനയായാലും ഒരു എളുപ്പം കാണും. ഇവൻ പറയുന്നത് മാത്രം കേട്ടാൽ മതിയല്ലോ, മറ്റവരെ ആരെയും നോക്കണ്ടല്ലോ. മറ്റിപ്പോൾ 3, 4 ആളും പറയാനുള്ളത്. അത് ആനയ്ക്കൊരു സുഖമാണ്, ഇവനെ മാത്രം ആന നോക്കിയാൽ മതിയല്ലോ. ആണ് ഒറ്റച്ചട്ടം എന്ന് പറഞ്ഞ സംഗതി ഒരിക്കലും പറ്റൂല, അത് ശരിയില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഒറ്റച്ചട്ടം മേലാസകലം മർമ്മല്ലേ ഇറ്റിങ്ങൾക്ക്. എല്ലാ സ്ഥലത്തും എവിടെ നോക്കിയാലും മർമ്മ. അതിന് ഇത്ര ഓങ്ങി ഇത്ര പറഞ്ഞിട്ട് അടിക്കാവുന്നൊക്കെ ഉണ്ട്. ഇത്ര വാക്ക് പറയണം, ഇത്ര പ്രാവശ്യം വടികൊണ്ട് ഓങ്ങണം, എന്നിട്ട് ആനേനെ അടിക്കാവുന്ന പറഞ്ഞത്. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ മർമ്മ ഒളിക്കുമെന്ന് പറയുന്നത്. മറ്റ് വടി എടുക്കുക അടിക്കുക അങ്ങനെ ചെയ്യുന്ന അങ്ങനെയൊക്കെ ഉണ്ട് ഇതിൻ്റെ രീതിയിൽ. 60 100 പറഞ്ഞിട്ടൊക്കെ അടിക്കാവൂ, എന്നാലേ മർമ്മ ഒളിക്കുന്നതായിരുന്നു. ഇപ്പം പറയാനും നേരം ഉണ്ടാകില്ല, ഓങ്ങാനും നേരം ഉണ്ടാകില്ല, വടി എടുക്കുക അടിക്കുക അതൊക്കെ തന്നെ. അങ്ങനെയൊക്കെ അവിടെ വരുന്ന ആനകളുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ആനപ്പണി പഠിക്കാൻ. ഇഷ്ടംപോലെ ഞാനൊക്കെ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം 39 കൊല്ലമായിട്ട് ഇപ്പോഴും പഠിക്കുക. ഞാനൊന്നും ഇതുവരെ ഒന്നും പഠിച്ചില്ല, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. പല ആളുകൾക്കും പറ്റി പല രീതിയിലും പഠിച്ചിട്ട് പല ആൾക്കും പോയി പഠിക്കാനുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇത് പഠിച്ചാൽ തീരാത്തൊരു സാധനമാണിത്. പഠിച്ചാൽ തീരാത്ത അങ്ങനത്തെ ഒരു പണിയാണ് പണി. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. പിന്നെ ഇപ്പം നമ്മൾ കൊണ്ടു നടക്കാനുള്ള രീതിക്കുള്ള അത്യാവശ്യമൊക്കെ നമ്മൾ പഠിച്ച ആ രീതിക്ക് അങ്ങനെ പോകാമെന്നുള്ളൂ. ആനപ്പണി പഠിച്ചതെന്നൊന്നും പറയാനായില്ല, പഠിച്ചിട്ടൊന്നുമില്ല.